സാലിഹ്, നേരത്തെ 10 മണിയോടുകൂടി പൊതുദർശനം അവസാനിപ്പിച്ച് 10 മണിയോടുകൂടി ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനമായിരുന്നു. പക്ഷേ ഇപ്പോഴും നിരവധി പേർ ഈ കുഞ്ഞുങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നാട്ടുകാർ, കൂട്ടുകാർ, അധ്യാപകർ, അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകർ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ അടക്കം അവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത കാഴ്ചകൾ. കാരണം ഒരു റോഡിൻ്റെ അശാസ്ത്രീയ നിർമ്മാണം, ഒരു ലോറിയുടെ നിയന്ത്രണം വിട്ടുള്ള പോക്ക്, അത് 4 കുഞ്ഞുങ്ങളുടെ ജീവൻ അപ്രതീക്ഷിതമായി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകാൻ നടന്നു പോവുകയായിരുന്നു 4 കുഞ്ഞുങ്ങളുടെ മുകളിലേക്ക് വന്നു വീണ ആ ലോറി, സിമൻറ്റ് ലോറി, ആ 4 കുഞ്ഞുങ്ങളുടെ ജീവനെടുത്തു. നാടിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ കൂട്ടുകാർ, സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികളടക്കം വല്ലാത്ത ഒരു വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സാലിഹ്, ഒപ്പം തന്നെ ഇപ്പോൾ നിലവിൽ ഇന്നലെ ചില വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു. അവരുടെ ഒരു അവസ്ഥ എങ്ങനെയുണ്ട് ഇപ്പോൾ? കല്ലടിക്കോട് വാഹനാപകടത്തിൽ മരിച്ച 4 കുഞ്ഞുങ്ങളുടെ പൊതുദർശനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കരിമ്പനയ്ക്കൽ ഹാളിൽ. അല്പസമയത്തിന് ശേഷം തുപ്പനാട് ജുമാ മസ്ജിദിൽ ഖബറടക്ക ചടങ്ങുകൾ നടക്കും. നേരത്തെ 10 മണിയോടുകൂടി പൊതുദർശനം അവസാനിപ്പിച്ച് മൃതദേഹങ്ങൾ ഖബറടക്കത്തിനായി എടുക്കുവാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴും വലിയ നീണ്ട നിര, ജനസഞ്ചയം കുഞ്ഞുങ്ങളെ അവസാനമായി ഒരു നോക്ക് കാണാൻ കരിമ്പനയ്ക്കൽ ഹാളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാരായ എം പി രാജേഷ്, കെ കൃഷ്ണൻകുട്ടി എന്നിവരടക്കം നേരത്തെ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. സ്വാലിഹ് ഒരിക്കൽ കൂടി ചേരുന്നു. സ്വാലിഹ്, ഈ മറ്റ് കുട്ടികളുടെ ഒരു അവസ്ഥ എങ്ങനെയാണിപ്പോൾ? ഇനിയിപ്പോൾ ഈ പൊതുദർശനം അല്പസമയം കൂടി നീളം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിലെ സാഹചര്യം പരിഗണിക്കുമ്പോൾ. നേരത്തെ നിശ്ചയിച്ചിരുന്നത് 10 മണിയോടെ പള്ളിയിലേക്ക് എത്തണം എന്ന് തന്നെയായിരുന്നു. പക്ഷെ അതിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. വലിയ ജനാവലി ഈ അന്ത്യോപചാരം അർപ്പിക്കാനായി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയം നീണ്ടുപോവുകയാണ്. പക്ഷെ 10:30 മുകളിലേക്ക് കൊണ്ടുപോകില്ല എന്ന് വളണ്ടിയേഴ്സ് അറിയിച്ചിട്ടുണ്ട്. അതുവരെ മാത്രമാണ് അനുവദിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വീടിലും രാവിലെയും എത്തി അന്ത്യോപചാരം അർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ മേഖലയിലെ ഒക്കെ പ്രമുഖർ, മന്ത്രിമാർ, MLA മാർ, പാർട്ടികളുടെ പ്രതിനിധികളും ഒക്കെ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാലക്കാട് സാദിഖലി തങ്ങളാണ് മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത്. ഇനി പള്ളിയിൽ വെച്ച് വീണ്ടും പള്ളിയിലെ ഇമാമിന്റെ നേതൃത്വത്തിൽ തന്നെ നമസ്കാരം വീണ്ടും നടക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുള്ള ആളുകളോട് ഇപ്പോൾ പള്ളിയിലേക്ക് നീങ്ങാനുള്ള നിർദ്ദേശം ഇവിടെ വളണ്ടിയേഴ്സ് നൽകുന്നുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മതപണ്ഡിതരൊക്കെ എത്തി പ്രാർത്ഥനകൾക്ക് ഒരു ഭാഗത്ത് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആളുകൾക്ക് പൊതുവിൽ പറയാനുള്ളത് ഈ റോഡുമായി ബന്ധപ്പെട്ട പരാതി തന്നെയാണ്. വളരെ ഒരു ചെറിയ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ പൊതുദർശനം അവസാനിപ്പിച്ച് മൃതദേഹങ്ങൾ തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ ആണ് ഇപ്പോൾ നടക്കുന്നത്. കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ എടുത്തു തുടങ്ങി. അല്പസമയത്തിനകം തന്നെ തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകും. രാവിലെ മുതൽ തന്നെ വലിയ തരത്തിലുള്ള ആളുകൾ, ആ ജില്ലയ്ക്ക് പുറത്തുള്ളവർ വരെ അവിടെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്കൂളിലെ കൂടെ പഠിച്ച സഹപാഠികൾ, അധ്യാപകരടക്കം വലിയ തരത്തിലുള്ളൊരു ജനസഞ്ചയമാണ് കരിമ്പനയ്ക്കൽ ഹാളിൽ എത്തിച്ചേർന്നത്. 12 മണിക്ക് മുമ്പ് തന്നെ 4 കുഞ്ഞുങ്ങളുടെയും ഖബറടക്കം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ മൃതദേഹങ്ങൾ കരിമ്പനയ്ക്കൽ ഹാളിൽ നിന്ന് പുറത്തേക്കെടുക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 3:45 കൂടിയാണ് കല്ലടിക്കോട്ടുണ്ടായി വാഹന അപകടം ഉണ്ടായത്. വലിയ തരത്തിൽ നിരന്തരം റോഡ് അപകടങ്ങൾ പതിവായ സ്ഥലത്ത് കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ടതിന് ശേഷം വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടയിലാണ് മറ്റൊരു വാഹനവുമായി തട്ടിയ ഈ സിമൻറ്റ് കയറ്റി വന്ന ടോറസ് ലോറി കുഞ്ഞുങ്ങളുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീണത്. തൽക്ഷണം തന്നെ 3 പേർ മരിക്കും. ഒരു കുട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരിക്കുകയും ചെയ്തത്. വലിയ തരത്തിലുള്ള അപാകതകൾ റോഡ് നിർമ്മാണത്തിലുണ്ട് എന്ന് പലതവണ ജനപ്രതിനിധികളടക്കം MLA അടക്കം അവിടെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ട് ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുണ്ടായ ഗുരുതരമായ ഒരു വീഴ്ച അതുതന്നെയാണ് ഈ അപകടത്തിലേക്ക് കൊണ്ടെത്തി ചേർത്തിരിക്കുന്നതെന്ന് പറയാൻ കഴിയും. ഏതായാലും കുഞ്ഞുങ്ങളുടെ മൃതദേഹം രാവിലെ പൊതുദർശനത്തിന് വച്ചിരുന്ന കരിമ്പനയ്ക്കൽ ഹാളിൽ നിന്ന് ഇപ്പോൾ തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോവുകയാണ്. സാലിഹി, തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് എത്ര ദൂരമുണ്ട് ഇവിടെ നിന്ന് കരിമ്പനയ്ക്കൽ ഹാളിൽ നിന്ന്?
ഈ ഹാളിൽ നിന്ന് ഏതാണ്ട് 100 മീറ്റർ ദൂരമേ ഉള്ളൂ. നോക്കിയാൽ കാണുന്ന നഗരത്തിൽ തന്നെയാണ് പള്ളി ഉള്ളത്. ഈ എല്ലാവരും ഈ വീടുകളെല്ലാം ഈ കുട്ടികളുടെ വീടുകളും തമ്മിൽ ഏതാണ്ട് 2-3 വീടുകളുടെയൊക്കെ അകലത്തിലുള്ള അയൽവാസികളാണ് ഇവരെല്ലാം. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ഒരുമിച്ച് തന്നെയാണ് സ്കൂളിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതും തിരിച്ചു വന്നിരുന്നതും ഒക്കെ. ഈ പള്ളി ഏതാണ്ട് ഈ ഇവിടെ നിന്ന് ഒരു 100 മീറ്റർ മാറിയാണ് കുട്ടനാട് മഹല്ല് ജുമാ മസ്ജിദ് ഉള്ളത്. അതിന്റെ ഖബർസ്ഥാനിലാണ് ഖബറടക്കത്തിനുള്ള ഈ 4 കുഞ്ഞുങ്ങൾക്കും അവർക്ക് അടുത്തടുത്തായി തന്നെ ഖബറിടം ഒരുങ്ങിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മൃതദേഹങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. പക്ഷേ ഇനിയും ആളുകൾ കാണാനുണ്ട്, അന്ത്യോപചാരം അർപ്പിക്കാനുണ്ട്. അവർക്ക് പള്ളിയിൽ മയ്യത്ത് നമസ്കാരം നടക്കുന്ന സമയത്ത് കാണാമെന്ന ഒരു നിർദ്ദേശം കൂടി ഈ വോളണ്ടിയേഴ്സ് ഒക്കെ നൽകുന്നുണ്ട്. ഈ നാടൊന്നാകെ ഈ വലിയൊരു ആഘാതത്തിൽ തന്നെ നിൽക്കുകയാണ്. ഇതിന്റെ ഒരു സങ്കടത്തിൽ തന്നെ നിൽക്കുകയാണ്. ഇന്നലെ പോലും വളരെ സജീവമായി സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്ന കുരുന്നുകളാണ്. പെട്ടെന്ന് അവരില്ലാതായി എന്ന് വിശ്വസിക്കാൻ പോലും അവർക്കൊന്നും കഴിയുന്നില്ല. പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്കൊന്നും കഴിയുന്നില്ല. ഈ വലിയൊരു സങ്കടത്തിന്റെ നടുവിൽ ഈ ആളുകളൊക്കെ നിൽക്കുന്നു. ഈ ഒരു നാടൊന്നാകെ നിൽക്കുന്നു. അവരുടെയൊക്കെ പ്രധാന പരാതി ഈ റോഡുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. അതിന് ഇക്കാര്യത്തിൽ ഇന്നൊരു പരിഹാരം ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന് ഡിവൈഡർ സ്ഥാപിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് ദീർഘകാലമായി ആളുകൾ സമരമൊക്കെ ചെയ്തതാണ്. പക്ഷേ റോഡിൽ ഗ്രിപ്പ് നൽകുക മാത്രമാണ് ചെയ്തിരുന്നത്. ദേശീയപാതയാണ്, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് വേഗത്തിൽ പരിഹരിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാവുമെന്ന് മന്ത്രിമാരൊക്കെ അറിയിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ കൊണ്ടുപോകാനായി മയ്യത്ത് കട്ടിൽ ഹാളിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. മയ്യത്ത് കട്ടിലുകളിലായി തന്നെ ഇവിടെ നിന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.